കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടോ എന്നാണ്. എന്താണ് രക്ഷപ്പെടാൻ? നല്ല അടിപൊളി ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും ഉള്ളൊരാഗ്രഹം എന്താണ്? രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്നത്തെ ഒന്നാം വായനയിൽ യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തിൽ ദൈവം ഒരു പ്രവചനം നടത്തുകയാണ്. ദൈവം ഒരു കാര്യം അവരോട് പറയുകയാണ്, നിന്റെ അടിമത്വം അവസാനിച്ചു. ജനം ബാബിലോണിൽ അടിമത്വത്തിലായിരുന്നു. അടിമത്വം ഉണ്ടാകുന്നതിന് കാരണം അവരുടെ പാപമായിരുന്നു. അവർ പാപം ചെയ്തതുകൊണ്ട് ജെറൂസലേം, ഇസ്രായേൽ അല്ലെങ്കിൽ യൂദയ നശിപ്പിക്കപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു. 70 വർഷത്തോളം അവർ അടിമകളായി അവിടെ കഴിഞ്ഞു. അടിമകളായി കഴിഞ്ഞതിന്റെ ആ അവസാന ഘട്ടത്തിൽ ദൈവം വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ അടിമത്തം അവസാനിച്ചു, നിങ്ങളുടെ പ്രയാസങ്ങൾ ഇതാ തീരുന്നു, രാത്രി ഇതാ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർക്കൊരു ആശ്വാസവും അവർക്കൊരു വാഗ്ദാനവും കൊടുക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പൊ ഇനി അവരെന്ത് ചെയ്യണം? അടിമത്തം അവസാനിച്ചു, ഇനി അവർക്ക് ജെറൂസലേമിലേക്ക് തിരികെ പോകാം, ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോകാം. പക്ഷെ ഈ ബാബിലോണിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്ര ദുർഘടമായ യാത്രയാണ്. അതായത് കുന്നുകളുണ്ട്, താഴ്വരകളുണ്ട്, അപ്പോൾ വളഞ്ഞ വഴികളുണ്ട്. മലയിലൂടെയുള്ള യാത്ര നമുക്കറിയാം, ഹെയർപിന്നൊക്കെ ഉള്ള യാത്രയാണ്. ഒരു റോഡും വഴിയില്ലാതെ ഇത് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോവാന്ന കാര്യം ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോകണ്ട. അപ്പോൾ അടിമത്തം അവസാനിപ്പിച്ച് നീ ജെറൂസലേമിലേക്ക് തിരികെ പോകേണ്ട സമയമായി. പക്ഷേ നീ തിരിച്ച് യാത്ര ചെയ്യാൻ തയ്യാറാണോ? ഇതാണ് ചോദ്യം. ജെറൂസലേം ബാബിലോണിലേക്ക് വരില്ല. ബാബിലോണിലുള്ളവർ ജെറൂസലേമിലേക്ക് പോകണം. അതായത് നമ്മൾ പുൽക്കൂട്ടിലേക്ക് പോകണം. ഇന്ന് ഡിസംബർ 10-ാം തീയതി നമ്മൾ ഈ ആഗമന കാലത്തിലെ ഈ യാത്ര ചെയ്യുന്നത് ഈശോയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈശോയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പറയാണ്, നീ പേടിക്കണ്ട, വളഞ്ഞ വഴികളുണ്ട്, അപകടങ്ങൾ ഉണ്ടാവുകയില്ല, വളഞ്ഞ വഴികളെ ഞാൻ നേരെയാക്കി തരാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. അപ്പോൾ നമ്മൾ പറയുന്നു, വളഞ്ഞ വഴികൾ മാത്രമല്ല കർത്താവെ, കുറേ ദൂരം മരുഭൂമിയാണ്. ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മരുഭൂമിയിലൂടെയുള്ള യാത്ര ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് മടങ്ങി പോകണ്ടെന്നാണ് തോന്നുന്നത്. കർത്താവ് പറയുന്നു, മരുഭൂമിയെ കുറിച്ച് നീ പേടിക്കണ്ട, മരുഭൂമിയിൽ നിനക്ക് തണല് തരാൻ ഞാൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു തരാം, മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ഞാൻ നദികൾ ഒഴുക്കി തരാം. അപ്പൊ അവര് പറയുന്നു, മരുഭൂമി മാത്രമല്ല, ഭയങ്കര കുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ കർത്താവ് പറയാണ്, നീ കുന്നുകളെ ഓർത്ത് വിഷമിക്കണ്ട, കുന്നുകളെ ഞാൻ സമതലമാക്കി, നിനക്ക് കയറാൻ പറ്റുന്ന കുന്നുകളെ ഉണ്ടാവുള്ളൂ, കയറാൻ പറ്റാത്ത കുന്നുകളൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ നിരപ്പാക്കി തരാം. അപ്പൊ വീണ്ടും നമ്മൾ പറയണം, കുന്നുകൾ മാത്രമല്ല, ഭയങ്കര ഇറക്കമൊക്കെ ഉണ്ട്. അപ്പൊ കർത്താവ് പറയാണ്, നീ ഇറക്കത്തെ ഓർത്ത് വിഷമിക്കണ്ട. അല്ലേ, ബൈക്കൊക്കെ ഓടിക്കുന്നവർക്കറിയാം, കയറ്റം കയറുന്നതിനേക്കാളും പ്രയാസം ഇറക്കം ഇറക്കാനാണ്. എപ്പോ മറിഞ്ഞു വീഴുന്നെന്ന് ചോദിച്ചാൽ ചില സമയത്ത് അച്ഛൻ വീണിട്ടുണ്ടോ റീസൈഡിൽ. അപ്പോ ഇവര് പറയാണ്, നമ്മള് ഇറക്കം ഇറങ്ങണം, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അപകടമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇറക്കത്തെ കുറിച്ചും ചിന്തിക്കണ്ട, അതൊക്കെ ഞാൻ ലെവൽ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ തിരിച്ചു വന്നാൽ മാത്രം മതി, തിരിച്ച് നടക്കാൻ നിങ്ങൾ തയ്യാറായ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. കൈയടിച്ച് കർത്താവിന് നന്ദി. അപ്പൊ വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടുന്നത്, കുന്നുകൾ നികത്തപ്പെടുന്നത്, താഴ്വരകൾ ഉയർത്തപ്പെടുന്നത്, മരുഭൂമികൾ സമൃദ്ധമായി മാറുന്നത്, തണല് വരുന്നത് നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ച് നടക്കാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, പാപത്തിന്റെ വഴികളിൽ ജീവിച്ചിട്ടുണ്ട്, പാപത്തിന്റെ അടിമത്തങ്ങളിലായിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറയാണ്, ആ അടിമത്തം അവസാനിച്ചു. ഈശോയുടെ ജനനം നമ്മെ അടിമത്തം അവസാനിപ്പിക്കുന്നതിനുള്ള ജനനമാണ്. നമ്മെ നഷ്ടപ്പെട്ടു പോയ ആടുകളായ നമ്മെ വീണ്ടും തന്റെ ആലയിലേക്ക്
തന്റെ സാന്നിധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ജനനമാണ് ഈശോ പുൽക്കൂട്ടിൽ വന്നത്. എന്നെ എന്റെ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തിരികെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. ഈ ബോധ്യത്തോടെ ഉറക്കെ വിളിക്കാം, ഈശോയേ. നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കർത്താവിന്റെ രക്ഷ കടന്നു വന്നിട്ടും നമ്മൾ ചില മുട്ടുന്യായങ്ങൾ പറഞ്ഞ് കർത്താവിലേക്ക് തിരിയാതിരുന്ന സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി പാതകൾ നേരെയാക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരുഭൂമികളിൽ തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മലനിരകൾ നിരത്തുന്നു, കുന്നുകൾ നികത്തുന്നു, പരുവരുത്തവ മൃദുലമാക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ഹൃദയം തുറന്നിടുന്നു. അവിടുത്തെ ഈ സ്നേഹം കാണാതെ പോയ സമയങ്ങളെ ഓർത്ത് കർത്താവ് നമുക്ക് വേണ്ടി, ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷാകരമായ പ്രവർത്തികളെ